തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ വ്യാപകമായി അവയവ കച്ചവടം നടന്നുവെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. 2 വാർഡുകളിൽ നിന്നായി 7 പേരുടെ അവയവം കച്ചവടം ചെയ്തു. ഗുരുതരമായ ആരോപണം സംബന്ധിച്ച വിവരങ്ങൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നൽകിയിരുന്നു. തുടർന്ന് ബാബുവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കാര്യമായി ഒന്നും നടന്നില്ല. 5 പേർ വൃക്കയും 2 പേർ കരളുമാണ് നൽകിയത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഇപ്പറഞ്ഞ 7 സംഭവങ്ങൾ മാത്രമല്ല ഇനിയും ഉണ്ടാകാമെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. കരൾ നൽകിയവർക്ക് 10 ലക്ഷം രൂപയും വൃക്ക നൽകിയവർക്ക് 5 ലക്ഷം രൂപയുമാണ് പ്രതിഫലമായി ലഭിച്ചത്. ഏജന്റുമാർ മുഖേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അവയവങ്ങളാണ് കച്ചവടം നടത്തിയിരുന്നത്. പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്, SC വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ വളരെ കഷ്ടത്തിലുള്ള ആൾക്കാരെ അവരാ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയാണ് ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം വൃക്ക കച്ചവടം നടന്നുവെന്ന് ഉറപ്പിക്കുന്ന വെളിപ്പെടുത്തൽ മുല്ലശ്ശേരി പ്രദേശത്തെ വീട്ടമ്മ മാതൃഭൂമി ന്യൂസിനോട് നടത്തി. ഇടനിലക്കാരനെ കണ്ടത് വില്ലേജ് ഓഫീസിൽ വെച്ചാണ്. രേഖകൾ ശരിയാക്കാൻ വേണ്ടി മാത്രമാണ് ബന്ധപ്പെട്ടതെന്നും വീട്ടമ്മ. വൃക്ക നൽകിയതിന് പകരമായി വീടിന്റെ കടം തീർത്ത് ആധാരം തിരികെ നൽകി. ഞാൻ പരിചയപ്പെട്ട എങ്ങനെയാണെന്നറിയോ, നമ്മൾ വില്ലേജിൽ ചെന്നപ്പോ വില്ലേജ് ഓഫീസർ ഈ കാര്യം പറഞ്ഞപ്പോ ഇന്ന് മൂത്ത് നോക്കിയിട്ട് പേപ്പറാണ് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് അത്രക്ക് ഒരു അവസ്ഥ 31 വയസ്സായിട്ടുള്ളതാണ്. ഇല്ലല്ല, എനിക്ക് ആധാരത്ത് തന്നു. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. അതേസമയം അന്താരാഷ്ട്ര അവയവക്കടത്ത് കേസിൽ പ്രതിയായ സാബിത്തിനെ 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.